നമസ്കാരം. ഇന്നലെ റിലീസ് ചെയ്ത ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ധീരം. ധീരം എന്ന ചിത്രത്തിന്റെ വിശേഷത്തിലേക്ക്. നവാഗതനായ ജിതിൻ ടി സുരേഷ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു സാധാരണ പോലീസ് അന്വേഷണത്തിനപ്പുറമുള്ള കഥയാണ് പറയുന്നത്. ഒരു കൊലപാതക കേസാണ് ചിത്രത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയാം. IG ജേക്കബ് ചെറിയാന്റെ മരുമകൻ ജോൺ കുര്യൻ കൊല്ലപ്പെടുന്നു. ഈ കേസ് അന്വേഷിക്കാൻ SP സ്റ്റാലിൻ ജോസഫ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നിടത്ത് കഥ മുന്നോട്ട് പോകുന്നു. സ്റ്റാലിൻ ജോസഫ് ആയി എത്തുന്നത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. ഒറ്റ നോട്ടത്തിൽ ലളിതമെന്ന് തോന്നുന്ന കേസ്, പക്ഷെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിത വഴികളിലേക്ക് തിരികുകയും കേസ് കൂടുതൽ മുറുകുകയും ചെയ്യുന്നു. ഒരു ക്രൈം ത്രില്ലർ ചിത്രത്തിന് വേണ്ട എല്ലാ സസ്പെൻസും ചിത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവസാന നിമിഷം വരെ ആ സസ്പെൻസ് നിലനിർത്താൻ സംവിധായകനും സിനിമയും ശ്രമിച്ചിട്ടുമുണ്ട്. ഇതിനു മുമ്പും പല ചിത്രങ്ങളിലും പോലീസ് വേഷത്തിൽ നമ്മൾ ഇന്ദ്രജിത്തിനെ കണ്ടിട്ടുള്ളതാണ്. പോലീസ് വേഷങ്ങളിൽ ഇന്ദ്രജിത്ത് എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാൽ ഇവിടെ SP സ്റ്റാലിൻ ജോസഫ് എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിന്റെ സ്ഥിരം കയ്യൊതുക്കത്തോടു കൂടി തന്നെ ശാന്തമായ തീവ്രതയോടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന് ആവശ്യമായ ഗൗരവം നൽകാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ വേഷം എടുത്തു പറയുകയാണെങ്കിൽ വളരെ നന്നായി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. പൃഥ്വിരാജിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇന്ദ്രജിത്താണ് ഒരു പടി മുമ്പിലെന്ന് ഇതിനു മുമ്പേ പ്രേക്ഷകർ പല റിവ്യൂകളിലും പറയുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇന്ദ്രജിത്തിന്റെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഈ സിനിമയുടെ ഒരു വലിയ ഇമ്പാക്റ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി ചിത്രത്തിലെ ചില സാങ്കേതിക മികവുകൾ നോക്കാം. ചിത്രത്തിന്റെ ഛായാഗ്രഹണം സൗഗന്ദ് ആണ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം എന്ന് പറയുന്നത്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ആവശ്യമായ മൂഡും അന്തരീക്ഷവും പകർത്താൻ ക്യാമറ കാഴ്ചകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മണികണ്ഠൻ അയ്യപ്പയുടെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ആകാംക്ഷ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ചിത്രത്തിന് ഇനി ചില പോരായ്മകൾ കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചിത്രത്തിന് ശക്തമായ ഒരു കേന്ദ്ര ആശയമുണ്ടെങ്കിലും തിരക്കഥ പല സമയത്തും ഒന്ന് വീഴുന്നതായിട്ട് തോന്നി. സങ്കീർണമാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ചെറിയ രീതിയിൽ തിരക്കഥ പാളിപ്പോകുന്നുമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ട്വിസ്റ്റുകൾ കുത്തി നിറയ്ക്കുന്നതിനിടയിൽ ചില കഥാപാത്രങ്ങളോടും രംഗങ്ങളോടുമുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ സിനിമയ്ക്ക് കഴിയാതെ പോകുന്നുണ്ട്. അന്വേഷണത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ചിലപ്പോൾ പ്രേക്ഷകരെ പൂർണ്ണമായി ആകർഷിക്കുന്നില്ല. ഒരു സാധാരണ പോലീസ് നടപടിക്രമം പോലെ നമുക്ക് തോന്നാം. പക്ഷേ ക്ലൈമാക്സ് ആകാംക്ഷ നിലനിർത്തുന്നുണ്ടെങ്കിലും അവിശ്വസനീയമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായി തോന്നി. അതുപോലെ ചില കാരണങ്ങൾ പ്രേക്ഷകന് പൂർണ്ണമായി ബോധ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു അഭിപ്രായം കൂടെയുണ്ട്. ധീരം ഒരു മികച്ച ക്രൈം ത്രില്ലർ ആവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. സിനിമയിലെ ഇന്ദ്രജിത്തിന്റെ പ്രകടനവും സാങ്കേതിക മേന്മകളും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എങ്കിലും അമിതമായ ട്വിസ്റ്റുകൾ കാരണം കഥ പലപ്പോഴും ട്രാക്ക് വിട്ടു പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണയെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സിനിമ തന്നെയാണ് ധീരം.